വയനാട് മേപ്പാടിയിൽ നാടിനെ നടുക്കി മണ്ണിടിച്ചിൽ. കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 6 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽ 7 പേരെ കാണാനില്ല എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും ദുരന്തഭൂമിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, അല്പസമയം മുമ്പ് അനഘ പറഞ്ഞതുപോലെ തന്നെ 2 മൃതദേഹങ്ങൾ കൂടി ഈ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞോ? രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തെരച്ചിൽ, മണ്ണിടിയിൽ അകപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു അരുൺ? ഇപ്പോൾ കാലാവസ്ഥ ഒരു അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അരുണിലേക്ക് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നമ്മുടെ ഫയർഫോഴ്സിൻ്റെ എല്ലാ യൂണിറ്റുകളിലെയും ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിനുകളും മറ്റു ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയിട്ടുണ്ട്. കഴിയാവുന്നത്ര മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും റെസ്ക്യൂവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നേരത്തെ തന്നെ മണ്ണ് മാറ്റണമെന്നുള്ള തീരുമാനം എടുത്തതായിരുന്നു. മണ്ണ് മാറ്റാതിരുന്നതിൻ്റെ കാരണം കമ്പനി അതിന് മറുപടി പറയണം. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ തന്നെ എഴുതി ആവശ്യപ്പെട്ടതാണ്. ഇവിടുന്ന് മണ്ണ് മാറ്റണം, പ്രകൃതിക്ഷോഭമുള്ള സ്ഥലമാണ്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും അത് മണ്ണ് മാറ്റാതിരുന്നതാണ് ഈ ദുരന്തത്തിന് കാരണം. പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലുള്ളവർക്കെല്ലാം വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് എല്ലാ മന്ത്രിമാരും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മനുഷ്യനിർമ്മിതമാണ്. ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും ആ കമ്പനി ഇത് മുൻകൈ എടുത്ത് മണ്ണ് മാറ്റിയില്ല. മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കാരണം ഇത് ഒന്നാമതായി ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമാണല്ലോ, പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഇതുപോലെ തുരങ്കം നിർമ്മിക്കുമ്പോൾ ആ മണ്ണ് മാറ്റേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായത് കളക്ടർ തന്നെ ആവശ്യപ്പെട്ടതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നതെന്ന് ഇനി കമ്പനിയാണ് മറുപടി പറയേണ്ടത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്, വേദനാജനകമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തം. കരാർ കമ്പനി ഇതിന് ഉത്തരവാദികളാണ്. ഉത്തരം പറയേണ്ടത് ആ കമ്പനി അധികൃതരാണ്. ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിൽ ഈ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു നിർദ്ദേശം, ഉത്തരവ് അനുസരിച്ചില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പം രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോകുന്നു, മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ആ ദുരന്തമുഖത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ, ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പക്ഷേ മഴ റെഡ് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് സമയത്തും കനത്ത മഴ പെയ്യാം, പ്രതികൂലമായ കാലാവസ്ഥയിലേക്ക് എത്താം. ഒപ്പം സന്ധ്യയോടടുക്കുകയാണ് സമയം. അതുകൊണ്ട് തന്നെ ഇരുട്ട് രക്ഷാപ്രവർത്തനത്തിന് സ്വാഭാവികമായും വിഘാതമാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിൽ തന്നെയാണോ ഇടപെടൽ സാധ്യമാകുന്നത്? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ കൂടി അരുൺ. സുരേഷ്, ആ ദുരന്തത്തിൻ്റെ ഏറ്റവും വ്യാപ്തി നിറയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ര വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരമാവധി ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ, അതിന് മാത്രമാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കുക. ഈ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ മാത്രമല്ല, ഈ പാലത്തിന് അക്കരയ്ക്ക് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം ഇനിയും നാളെ റെഡ് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ട്. മേപ്പാടി
മണ്ണുത്തിപ്പടിയിലേക്കും മറ്റു ഇടങ്ങളിലേക്കും ഒക്കെ തന്നെ മാറ്റേണ്ടതുണ്ട്. പുത്തുമല അടക്കമുള്ള പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ നേരത്തെ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലടക്കം വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം അവിടേക്കൊക്കെയുള്ള ഒരു പ്രധാന മാർഗമെന്നത് ഈ പാലമാണ്. ഈ പാലം പൂർണ്ണമായും തകർന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ പുറത്തെത്തിക്കുമെന്നുള്ളതായിരുന്നു ഒരു ആശങ്ക. അതുകൊണ്ട് തന്നെ പാലത്തിലെ മണ്ണ് പൂർണ്ണമായും മാറ്റിക്കുന്ന ഒരു നടപടികൾ, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട്, കൂടുതൽ ടിപ്പറുകൾ എത്തിച്ചുകൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായും മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കാം. എന്തായാലും പാലത്തിന് അക്കരെയുള്ള ആളുകളെ ഏറെ സാഹസികമായാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പാലത്തിന് അക്കരയ്ക്ക് നിരവധി കുടുംബങ്ങളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും സന്നദ്ധ സേവകരുടെയും സാന്നിധ്യത്തിൽ ഏറെ സാഹസികമായാണ് അവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാലമല്ലാതെ മറ്റൊരു മാർഗമില്ല അക്കരയ്ക്ക് കടക്കാൻ. അതുകൊണ്ട് തന്നെ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ പരമാവധി ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി ഏറ്റെടുത്തിരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി എങ്ങനെ പുറം ലോകത്തേക്ക് എത്തുമെന്നുള്ളത് ഒരു വലിയ ആശങ്കയായി തന്നെ നിലനിന്നിരുന്നു. എന്തായാലും ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിയന്തരമായ ഒരു ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുന്നു. പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പ് അടക്കം ഇതിനെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികളാണ് വന്നിരുന്നത്. കാരണം ഈ മേഖലയെ സംബന്ധിച്ചോളം അത്ര വലിയ ആശങ്കയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. നേരത്തെ ഉണ്ടായ ദുരന്തങ്ങൾ അത് ഒരിക്കലും ഇവർക്ക് മറക്കാൻ കഴിയില്ല. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പരമാവധി ആളുകൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മാനസികമായ ഒരു ആഘാതത്തിലാണ് സ്വാഭാവികമായും വയനാട് ജില്ല ഒന്നാകെ, ആ പ്രദേശത്തുകാർ, ആ നാട്ടുകാർ ഒന്നാകെ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അരുൺ പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതികൂലമായൊരു കാലാവസ്ഥ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ രാത്രി ആകുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് അവരെ ദുരിതാശ്വാസ മേഖലകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ തന്നെ അവരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങൾ തന്നെയാണ് പരമാവധി ആളുകളെ എത്രയും വേഗം ഈ മറുകരയിലേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമാവധി വേഗത്തിൽ ഈ ആളുകളെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം നാളെ റെഡ് അലേർട്ടാണ്. കനത്ത മഴ, അതിതീവ്രമായുള്ള മഴ ജില്ലയിൽ പെയ്യാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ ഇനി മറുകരയിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ, അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇങ്ങനെ മറ്റുള്ള ആളുകളെ, ഈ പ്രാണഭയത്തോടെ കഴിയുന്ന ആളുകളെ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു നടപടികൾ നടക്കുന്നു. മറുഭാഗത്ത് കൃത്യമായ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നു. കേന്ദ്ര സേനകളുടെ നേതൃത്വത്തിൽ, NDRFിൻ്റെ നേതൃത്വത്തിൽ പുതിയ ടീം കൂടി, കോഴിക്കോട് നിന്നുള്ള ടീം കൂടി എത്തിയ ശേഷം ആധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന മറുവശത്ത് നടക്കുകയാണ്. എന്തായാലും പരമാവധി ആളുകളെ പുറത്തെത്തിക്കുക, അതോടൊപ്പം തന്നെ മണ്ണിൽ കുടുങ്ങിയവരെ കണ്ടെത്തുക, അതുതന്നെയാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യത്തിനായുള്ള ഒരു പ്രയത്നത്തിലാണ്. എന്തായാലും കാലാവസ്ഥ ഒരു അനുകൂലമായി നിൽക്കുന്ന സമയം, അതുകൊണ്ട് തന്നെ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ശരവേഗത്തിൽ തന്നെ ഇന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നു. എന്തായാലും നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 7 പേരെയാണ് നിലവിൽ ഇവിടെ കാണാതായിരിക്കുന്നത്. അതിൽ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയെന്നാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ 7 പേരിൽ 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അനഖയും അക്കാര്യം സൂചിപ്പിക്കേണ്ട. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ എന്നാൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതായത് ഇനി 5 പേരാണ് ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണോ ബന്ധപ്പെട്ടവർ? അവർക്കായുള്ള തെരച്ചിലാണോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ കൂടുതൽ പേർ അകപ്പെടാനുള്ള ഒരു സാധ്യതയും സംശയിക്കുന്നുണ്ടോ ബന്ധപ്പെട്ടവർ?
തീർച്ചയായും കമ്പനി അധികൃതർ നൽകിയ കണക്ക് മാത്രമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും പക്കലുള്ളത്. അവർ പറയുന്നത് അനുസരിച്ച് ഇനി 7 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. 7 പേരും മണ്ണിൽ കുടുങ്ങിപ്പോയവരാണ്, മണ്ണിൽ അകപ്പെട്ടു പോയത് ആണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രാഥമികമായുള്ള ഒരു വിവരം. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ 7 പേരിലാണ് 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ പരമാവധി വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ രീതിയിലൊക്കെയുള്ള മഴ അതൊരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ആ മഴയെ അതിജീവിച്ചുകൊണ്ട് ഈ ചെളിയിൽ നിന്നും ഇറങ്ങി തപ്പുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കൃത്യമായി തന്നെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രദേശങ്ങളിൽ, ഈ പാലത്തിന് അക്കരെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൃത്യമായി തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ കൂടി ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും രാത്രി വൈകിയും തിരച്ചിൽ നടത്തണമെങ്കിൽ അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ അല്പസമയങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പുറത്തേക്ക് എത്തിക്കേണ്ട ആളുകളെ, അല്ലെങ്കിൽ ഏറ്റവും അരക്ഷിതമായ ഒരു അവസ്ഥയിൽ താമസിക്കുന്ന ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ആശ്വാസകരമായുള്ള ഒരു കാര്യമാണ്. എന്തായാലും വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. എന്തായാലും മഴ മാറി നിന്ന ആ സമയം കൊണ്ട് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി തിരച്ചിലിലേക്ക് കൂടി കൂടുതൽ കൃത്യമായി തന്നെ പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് ഈ പാലം പൂർണ്ണമായും മണ്ണും പൂർണ്ണമായും മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ പാലത്തിന് ബലക്ഷയമുണ്ട് എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകൾ വീണ്ടും നടത്തുകയുള്ളൂ. അതിനായുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്യാനും സാധിക്കൂ. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഈ ഒരു സമയം അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള, പ്രായമായവരെയും അടക്കമുള്ള ആളുകളെ പരമാവധി വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ശ്രമങ്ങളാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അത് ആ മേഖലകളിലൊക്കെ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ കൂടിയാണ് അവരൊക്കെ തന്നെയും ആ തിരച്ചിൽ നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര അപകടകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ തിരച്ചിൽ നടത്തുന്നത്. മണ്ണ് പൂർണ്ണമായും അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു ഇടം, അവിടേക്കാണ് വീണ്ടും ഈ സാധ്യതകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് വീണ്ടും പരിശോധന നടത്തുന്നത്. അത്ര വലിയ പ്രതിസന്ധിയിലൂടെ നിന്നുകൊണ്ടാണ്, അത്ര ദുഷ്കരമാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം. ഏതു സമയവും മണ്ണിടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യമുണ്ട്, മഴ തിമിർത്ത് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ്. യെസ്, രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോൾ 6 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആധുനിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.